നമസ്കാരം. ഇലക്ട്രോണിക് വാഹന കമ്പനിയായ ടെസ്ല ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകളും വാർത്തകളും കുറച്ച് അധികം നാളുകളായി അഭ്യൂഹങ്ങളായി പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ വാഹന നിർമ്മാണശാല തുറക്കുന്നതിനുള്ള ടെസ്ലയുടെ നീക്കങ്ങൾ പുരോഗമിക്കുന്നതിന് പിന്നാലെ സുപ്രധാന പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ടെസ്ലയുടെ മേധാവി ഇലോൺ മസ്ക്. ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുവെന്നാണ് ഇലോൺ മസ്ക് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ വൻ നിക്ഷേപം നടത്താൻ പദ്ധതി തയ്യാറാക്കുന്ന ടെസ്ല ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ നടത്തിയേക്കും പ്രധാനമന്ത്രിയുമായുള്ള സന്ദർശനത്തിൽ. ടെസ്ലയുടെ ഇന്ത്യൻ നിക്ഷേപ പദ്ധതികളും പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഏപ്രിൽ 22-ന് ഡൽഹിയിൽ എത്തി പ്രധാനമന്ത്രിയെ കണ്ടേക്കുമെന്നാണ് സൂചന. ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരിക്കുന്നു എന്ന് മസ്ക് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ മസ്കിന്റെ സന്ദർശനവും നിക്ഷേപ പദ്ധതികളുടെ പ്രഖ്യാപനവും രാഷ്ട്രീയമായി പ്രധാനമന്ത്രിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ അദ്ദേഹം ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. 2024-ൽ ഇന്ത്യ സന്ദർശിക്കുമെന്ന് അറിയിച്ച മസ്ക് ടെസ്ല ഇന്ത്യൻ വിപണിയിൽ എത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം മോദിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ പുതിയ ഇലക്ട്രിക് വാഹന നയം അവതരിപ്പിച്ച ആഴ്ചകൾക്ക് ശേഷമാണ് മസ്കിന്റെ ഇന്ത്യ സന്ദർശനം. പുതിയ നയം അനുസരിച്ച് $500 മില്യൺ നിക്ഷേപത്തിനൊപ്പം രാജ്യത്ത് നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്ന കമ്പനികൾക്ക് ഇറക്കുമതി തീരുവ ഇളവ് നൽകുന്നതാണ് പുതിയ നയം. ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം ടെസ്ല ഇന്ത്യൻ സർക്കാരിനെ സമീപിച്ചിരുന്നു. ടെസ്ല ഇന്ത്യയിലേക്ക് എത്തുന്നതോടെ വാഹന മേഖലയ്ക്ക് നേട്ടമുണ്ടാക്കുന്നതിനൊപ്പം തൊഴിൽ സാധ്യത ഉണ്ടാകുമെന്നാണ് അവകാശവാദങ്ങൾ. ഇന്ത്യയിൽ വാഹന നിർമ്മാണശാല തുറക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള പദ്ധതികളാണ് ടെസ്ലയെന്നും സൂചനയുണ്ട്. ഇലക്ട്രിക് കാർ നിർമ്മാണ ഫാക്ടറിയുടെ സ്ഥലം നോക്കാൻ ടെസ്ലയുടെ സംഘം ഈ മാസം ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് പരിഗണിക്കുന്നതെന്നാണ് സൂചന. യുഎസിലും ചൈനയിലും അടക്കം ഇലക്ട്രിക് കാർ വിപണിയിൽ മത്സരം കടുത്തതാണ് ടെസ്ല ഇന്ത്യൻ വിപണി പ്രവേശനം വേഗത്തിലാക്കാനുള്ള കാരണം. $40,000 വരെ വിലയുള്ള കാർ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വിൽക്കാൻ ഇപ്പോൾ 70% ഇറക്കുമതി തീരുവ. ഇതിൽ ഇളവ് അനുവദിക്കണമെന്ന് ടെസ്ല ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.